നീറ്റ് ക്രമക്കേടിൽ പരീക്ഷ റദ്ദാക്കുന്നത് യുക്തിസഹമല്ലെന്ന വാദവുമായി കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, എന്താണ് കേന്ദ്രം ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്? ഈ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. ഇതിന് പിന്നാലെ സുപ്രീം കോടതി മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് NTA-ക്കും കേന്ദ്രത്തിനും നോട്ടീസ് അയച്ചിരുന്നു. ഈ നോട്ടീസിൽ ഇപ്പോൾ കേന്ദ്രം ഇത്തരത്തിലൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പരീക്ഷ റദ്ദാക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും ക്രമക്കേടുകളിൽ CBI അന്വേഷണം നടക്കുകയാണെന്നുമാണ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടില്ല എന്നുകൂടി കേന്ദ്രം വാദിക്കുന്നുണ്ട്. ഈ സുപ്രീം കോടതിയിൽ ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികളാണ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും സമർപ്പിച്ചിട്ടുള്ളത്. ഇത് തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു മറുപടി, ഈ നോട്ടീസിന് മറുപടിയുമായി കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ശരി, സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകിയത്.